നമസ്കാരം, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങോട്ട് പോകേണ്ട ഞാനാണ്, തിരിച്ചിങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പം ആ പശു പ്രസവിക്കാൻ വേണ്ടിയിട്ട് കാല് വെളിയിൽ വന്നിട്ടുണ്ട്. എനിക്കെന്നിട്ട് അത് കണ്ടിട്ട് എനിക്ക് ഇവിടെ പോകാൻ തോന്നില്ല. എന്നിട്ട് കണ്ണനോട് പറഞ്ഞു വാ പോവാന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാനത് പ്രസവിച്ചിട്ടേ വരുള്ളൂ എന്ന്. ഞാനിവിടെ ഇരുന്ന് ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് കണ്ടിട്ട് അങ്ങ് വിഷമമായി. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ പ്രാർത്ഥിക്കുന്തോറും ഇത് മുക്കും, ഞാൻ പ്രാർത്ഥിക്കും ഇത് മുക്കും. അങ്ങനെ എന്ത് ചെയ്തു, പ്രസവിച്ചു. പെൺകിടാവാ പശു നക്കി നല്ല പെട്ടെന്ന് പ്രസവം നടന്നു കേട്ടോ, പെട്ടെന്ന് നടന്നു. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 5ാം ക്ലാസ്സിൽ 5ൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു പശുവിനെ മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഇത് പശു ചെന നിറഞ്ഞ് നിൽക്കുകയാണ്. അന്ന് ഞാനും എൻ്റെ ആങ്ങളെ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ കൽപ്പറ്റ എങ്ങാണ്ട് പോയി, വയനാട്ടിൽ വെച്ച് സമയത്ത് അന്ന് പതിവില്ലാതെ ഒരു ചേച്ചി എന്ത് ചെയ്ത് അവിടെ വന്നു. ആ ചേച്ചി അവിടെ നിന്നപ്പോൾ പശു ഇതുപോലെ പ്രസവിക്കും, ഇതേ സെയിം അവസ്ഥ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണോ ഒന്നും അറിയത്തില്ല. അവസാനം കുറേ നേരം അങ്ങനെ നിന്ന് അവസാനമായപ്പോഴാണ് ഞങ്ങൾ മുകളിൽ പോയിട്ട് ഞങ്ങൾ രാജു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വന്നു. പശു പ്രസവിച്ചു. എൻ്റെ അമ്മ വന്നപ്പോഴത്തേക്കും പശു എന്ത് ചെയ്ത് പ്രസവം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ശീലമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നല്ലോണം പ്രാർത്ഥിച്ച്. മൃഗമല്ലേ, മനുഷ്യനാണെങ്കിലും തലങ്ങും ഡോക്ടേഴ്സ് ഉണ്ടാവും. മൃഗമല്ല, ആരുമില്ല. അണ്ണനും ഒക്കെ അങ്ങ് മാറിപ്പോയി നിന്നു, അവർക്ക് വിഷമായിട്ട് അവർ അങ്ങ് മാറിപ്പോയി നിന്നു. പക്ഷെ ഞാനിവിടെ നിന്ന് എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. അത് നല്ലോണം പശു പ്രസവിച്ചു. ആദ്യം കാലാ വന്നത്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്ത് കിടാവ് വന്ന് പ്രസവിച്ചിട്ടതേ ഉള്ളൂ. അപ്പോൾ പ്രസവം കഴിഞ്ഞു. പിന്നെ ഇവിടെ വേറെ പശുക്കളെല്ലാം ഉണ്ട്. അപ്പോൾ നല്ലതായിട്ട് എന്ത് ചെയ്തു, അത് കാര്യം നടന്നു. പെൺകുട്ടിയാണ്. അത് കാണാനായിട്ടൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും പ്രാർത്ഥിച്ച് അതിനു വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റി. അതാണ്, മിണ്ടാപ്രാണിയാണ്. മനുഷ്യരാണെങ്കിൽ എല്ലാവരും ഉണ്ടാവും, ചിറ്റപ്പനും കുഞ്ഞമ്മയും പെണ്ണിൻ്റെ വീട്ടുകാരും ചെക്കൻ്റെ വീട്ടുകാരും എല്ലാവരും കാണും. പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാൻ എന്ത് ചെയ്തു, റോട്ടിൽ നിന്ന് എന്ത് ചെയ്ത്, എൻ്റെ ആരുമല്ല അവർ, പക്ഷേ പശുക്കളല്ലേ. ഞാൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. ഡെലിവറി എന്ത് ചെയ്തു, കണ്ടു. സന്തോഷമായി. അമ്മ മാസ് പറഞ്ഞ നോക്കണേ. ഞങ്ങളെ മറക്കക്കൂടാതെ, മറക്കൽ. ഞാനിങ്ക ഇവിടെ ഇരുന്ന് മുരുകനെ വിളിക്കും, അത് മുക്കും. മുരുകനെ വിളിക്കും, മുക്കും. പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് ടെൻഷനായോ? സമയം ഇപ്പം ഞാൻ ഇവിടെ നിന്നില്ല. മനുഷ്യനാണ് എന്തോരം നിങ്ങളിപ്പോൾ എന്തോരം വേദന സഹിച്ചിട്ട് ആ മോനെ സഹിച്ചു. അവ അങ്ങ് തിരിഞ്ഞു പോയി. അവന് പൈസയാണ് വേണ്ടത്. അവനൊന്നുമേ അറിയക്കൂടാது. അപ്പ അമ്മ കഷ്ടപ്പെടണം. ഇനി അത് എണീക്കണം, ഇനി പതിയെ എണീക്കണം. തുടച്ച് എടുത്തിങ്ങ് മാറ്റി കൊടുക്കമ്മ. ചാക്കൊണ്ട് എടുക്കും, അപ്പം എടുക്കും. അയാൾക്കാണ് ഒരു ഇവിടെ നല്ല സ്ഥലത്തിൽ ഇവിടെ അതെ കൊണ്ടുപോയി. ഇവളാണ് ആള്. അയ്യേ, അതൊക്കെ തിന്നാൻ പാടില്ല. നന്ദി കോണിട്ടാ അത് നോക്കണം, തിന്നരുന്നത്. പശു തീറ്റിക്കരുത്. മാസ് തിന്നാൻ പാടില്ലെന്നാ പറയുന്നത്. മാസ് അത് തിന്നാൻ പാടില്ല. പശു അത് തിന്നും, പക്ഷെ നമ്മൾ തിന്നാതെ നോക്കണം. ഇനി അതിന്റെ മാസ് പ്രസവിക്കും, ഒരു പ്രസവം കൂടെ ഉണ്ട്. ഇനി ഒരു സാധനം കൂടെ വെളിയിൽ വരാണ്. നമുക്ക് മാസ് നോക്കണേ. നമുക്കെല്ലാം അറിയാം, ചെറുപ്പം മുതലേ. അപ്പൊ എനിക്ക് സന്തോഷമായി. പെൺകിടാവല്ലേ, നന്ദിയല്ലേ? നന്ദിയാണോ? നന്ദിയല്ല, രാധ. അപ്പൊ സന്തോഷമല്ലോ. ഓ, രാവിലെ ഒരു പ്രസവമാണ് കണ്ടത്, ഒരു ജനനമാണ് കണ്ടത്. ജനനം ജനിക്കും. മനുഷ്യനാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി, പെൺപിള്ളേരൊക്കെ പ്രസവിക്കുമ്പോൾ എന്തോ ഒരു പേടിയും വെകളോ. അതവിടെ വേദന കൊണ്ട് അത് അവിടെ അമർന്ന കിടന്നാണ്. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു, നല്ലോണം വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് സങ്കടം വന്നുപോയി. ഇപ്പൊ ഹാപ്പിയായി, സന്തോഷമായി. ഞാൻ അവിടെ നിന്ന് അത് കണ്ടിട്ടേ പോകണമെന്നുള്ള വാശിയായിരുന്നു. ഇതിപ്പോ നാഷണൽ ഹൈവേന്റെ തൊട്ട് സൈഡിൽ തന്നെ.
പോകാം. മറ്റേ പശുക്കളെ എടുത്തോ? എല്ലാം എടുത്തു. എന്നാ ബാബു. ഇപ്പൊ സമാധാനമല്ല. ഓ സമാധാനം. പ്രേക്ഷകരോട് എന്ത് പറയാനാ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചിന്തിക്കുക, നല്ലത് ചെയ്യുക, നല്ലത് പറയാം. അപ്പം നിങ്ങൾ ചോദിക്കും ഞാനിപ്പോൾ നല്ലതാണ്, ഞാൻ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ 2 തെറി പറയുമ്പോഴാണ് ഞാനൊന്ന് പവറാവും. 2 തെറി പറയുമ്പോൾ ഞാൻ പവറാവുകയാണ് അവിടെ. ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ? ഞാനിങ്ങനെ വിഷമിച്ചിരിക്കണോ? തെറി പറയുന്നതനുസരിച്ച് ഞാൻ സ്ട്രോങ് ആവുകയാണ് ചെയ്യണത്. എനിക്ക് ആകെ പറയാൻ പറ്റുന്ന തെറി മാത്രമേ ഉള്ളൂ. എനിക്ക് അവനെ പോയി തല്ലാൻ പറ്റുമോ? അവനെ പോയി വെട്ടാൻ പറ്റുമോ? കുത്താൻ പറ്റുമോ? തെറിയല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാം നടക്കേണ്ട പോലെ നടക്കട്ടെ അല്ലേ? അത്രേ ഉള്ളൂ. ഇവനൊക്കെ ചെയ്യുന്നതിൻ്റെ ഇവനിപ്പോൾ കാണിക്കുമ്പോൾ ഇവന് വേണ്ടി 10 പേര് സപ്പോർട്ട് പറയാൻ കാണും, അവൻ്റെ കൂടെ കൂടാൻ കാണും, പിന്നെ എല്ലാം കാണും. അവനൊരു വാക്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, 2 പത്രോസിലെ ഒരു വാക്യം. അത് ഞാൻ മറന്നു, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് യോഗ്യതയുണ്ടോടാ ജയിക്കപ്പം നിനക്ക് ഈ ബൈബിള് പറയാൻ? നീ വെട്ടണ വാള് തന്നെ നിൻ്റെ തലയ്ക്ക് തിരിഞ്ഞു വരരുത്. നീ പ്രസംഗിക്കുന്ന വചനം തന്നെ നിനക്ക് തിരിഞ്ഞു കുത്തും. ഒരു വചനം ബൈബിൾ എടുത്തിട്ട് നീ പ്രസംഗിച്ച് മറ്റുള്ളവർക്ക് എല്ലാം തരണം എന്നോട് നീ പറഞ്ഞില്ല എല്ലാം തരണം ചെയ്യണം, എല്ലാം നീ പറഞ്ഞു കൊടുത്തിട്ട് നീ തന്നെ ഈ ദ്രോഹം ചെയ്യുമ്പോൾ നീ അറിഞ്ഞോണ്ട് അറുകൊല ചെയ്യാണ് ജയിക്കപ്പേ. മനസ്സിലായി? നീ അറിഞ്ഞോണ്ട്. നീ കണ്ടില്ലേ ഇപ്പം പശു പ്രസവിപ്പിച്ചപ്പോൾ എൻ്റെ ആരുമല്ല അവർ. ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്ത് ആ കാര്യങ്ങൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്തു. ഒരു പശുവാണത്. മനസ്സിലായോ? നീയൊക്കെ വഴി കിടന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. വേറൊക്കെ നീ ബൈബിളും വച്ച് കൈ അടിച്ച് ഒരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ ആ സ്പീഡ് വരുമ്പോൾ നീ 4 കൈയടി കൂടുതൽ അടിച്ചിട്ട്